ഹലോ മച്ചന്മാരെ, മെറ്റൽ സ്പാർക്കാണ്. അപ്പോൾ നമ്മളുടെ പുതിയൊരു സൈറ്റാണ് കേട്ടോ. സൈറ്റ് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ മൂർക്കനിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയിൽ നമുക്ക് ഒരു കാർ പോർച്ച് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ACPയുടെ ആണ് കാർ പോർച്ച്. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ നമ്മളെ കോൺടാക്ട് ചെയ്തതിന്. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോസ്റ്റ് കൊടുക്കാനുള്ള പരിപാടി നോക്കാൻ പോകുന്നത്. നമ്മൾ 2,500 രൂപ പോസ്റ്റ് എപ്പോഴും നമ്മൾ കൊടുക്കാറ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അകത്ത് കൊടുത്താൽ നമ്മൾ 5/8 സ്ക്വയർ ട്യൂബാണ് കേട്ടോ. നമ്മൾ ഉപയോഗിച്ചാൽ ട്യൂബ് എല്ലാനും അപ്പോളോൻ്റെ 16 kg ട്യൂബാണ് കേട്ടോ. അപ്പോൾ പോസ്റ്റിനുള്ള ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മൾ പയ്യൻ. അപ്പോൾ നമുക്കൊരു 4 പോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. 4 പോസ്റ്റാണ് നമ്മൾ കൊടുക്കണം പില്ലേഴ്സിൽ. ആ പില്ലേറിൻ്റെ കറക്റ്റ് വീതിക്ക് തന്നെയാണ് നമ്മൾ പോസ്റ്റ് കൊടുക്കണം. അപ്പോൾ പുറത്തുനിന്ന് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ എല്ലാം വെൽഡ് ചെയ്ത് കൊടുക്കുന്നത്, എല്ലാം ഗ്രൈൻഡ് ചെയ്യാനുണ്ട്, ഫുൾ വെൽഡ് ചെയ്യാനുണ്ട് ഒരാൾ. അപ്പോൾ നമ്മളുടെ പോസ്റ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മളുടെ മെയിൻ വർക്ക് നമ്മൾ കഴിഞ്ഞിട്ടാണ്. പകുതി പണി കഴിഞ്ഞെന്ന് പറയാം. അപ്പോൾ നമ്മളെല്ലാം ബീമും ഡ്രസ്സും എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയി, ഒരു 3 മണി ആവാറായി. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് കള്ളി തിരിക്കണം. നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ACP ഷീറ്റിൻ്റെ കറക്റ്റ് അളവിനാണ്ട് നമ്മളിപ്പോൾ ഡ്രസ്സ് വെച്ചേക്കണം. 4 അടി 4 അടിക്കാണ് നമ്മൾ വെച്ചേക്കണം. ACP നമുക്ക് 4 അടിയാണ് അതിൻ്റെ സൈസ് പറഞ്ഞത്. ലെങ്ത്ത് നമുക്കൊരു 8, 10, 12 ഈ ഒരു 3 സൈസിൽ അവൈലബിൾ ആണ് ACP. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ കയറ്റി വെച്ച് നമുക്കിനി ഡിസൈൻ അടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈൻ അടിച്ചൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഡിസൈൻ അടിച്ച് കുറച്ചായി. നമുക്ക് ഒരു വീഡിയോ അടിക്കാനുണ്ട്. കാണാൻ ആ പാർട്ടിയൊക്കെ ഒന്ന് കവറായിട്ട് നിൽക്കാൻ വേണ്ടി ഡിസൈൻ നമ്മൾ അടിച്ചെല്ലാം പകുതി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3 കളറും കൂടി ഡിസൈൻ അടിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരൊക്കെങ്കിലൊക്കെ വീട്ടിൽ ചെയ്യണമെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയച്ചു കൊടുക്കുക. നമ്മൾ ഓൾ കേരള നമ്മൾ ചെയ്യണമായിരിക്കും കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ തിരിക്കാനുള്ള പൈപ്പൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 4 അടി 4 അടിയാണ് നമ്മൾ മാക്സിമം സ്ക്വയറൊക്കെ ചെയ്യാറ്. അതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡിസൈൻ എല്ലാവരും ഒരേ പാറ്റേണിൽ നമുക്ക് ഒരേ അളവിൽ തന്നെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ ഡിസൈൻ അടിക്കുമ്പോഴേ അളവൊക്കെ മാറിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇതാകുമ്പോൾ നമുക്ക് സെയിം പീസ് സെയിം അളവ് തന്നെ ആയിരിക്കുള്ളൂ എല്ലാ കള്ളിലും തന്നെ. കള്ളിയെല്ലാം കറക്റ്റ് ഒരളവിൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളുടെ ഡിസൈൻ എല്ലാം അടിച്ച് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഡിസൈനും എല്ലാ പൈപ്പും ഒരേപോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരളവിലേ കട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ എത്ര കള്ളികളെന്ന് വെച്ചാൽ ആ ഒരു പൈപ്പ് നമ്മൾ 10 കള്ളിയിലോട്ട് വേണമെങ്കിൽ ആ 10 കള്ളിയിൽ ആ ഒരേ അളവിലായാലും നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പണി എളുപ്പമായിരിക്കുള്ളൂ. എല്ലാ കള്ളിയും ഒരേപോലെ തന്നെ ആയിരിക്കും ഇരിക്കണം. താഴത്ത് നോക്കുമ്പോഴും ഒരു യൂണിഫോം ടൈപ്പ് ഒരേ മോഡൽ അങ്ങോട്ട് ഇരിക്കും. താഴെ നോക്കുമ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ നമ്മളെ ഫ്രെയിമിൻ്റെയൊക്കെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈനൊക്കെ നമ്മൾ ബ്ലാക്ക് പെയിൻ്റാണ് കൊടുക്കുന്നത്. പുറത്തെ ബോർഡറും കാര്യങ്ങളൊക്കെ നമ്മൾ വൈറ്റ് പെയിൻ്റാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഡിസൈൻ നമ്മൾ വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വൈറ്റ് ഷീറ്റല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു എടുപ്പ് കിട്ടില്ല. താഴെ നോക്കുമ്പോൾ ഡിസൈൻ സെപ്പറേറ്റ് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ ഡിസൈനൊക്കെ നമ്മൾ ബ്ലാക്കാണ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ താഴെയിൽ നമ്മളൊരു 4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് നമ്മൾ 3 ഹോൾസോണിലായിട്ട് ഓടിച്ചാണ് കേട്ടോ. കാണില്ല. ഷീറ്റ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ നമുക്ക്. അത് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു പൈപ്പ് കൂടെ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. അപ്പോൾ പെയിൻറ്റിങ് എല്ലാം നമ്മൾ ഒരു കോട്ട് പ്രൈമർ ഓൾറെഡി അടിക്കും കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പെയിൻറ്റിങ് വർക്കെല്ലാം വന്നത്. അപ്പോൾ നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ 3 ദിവസമാണ് നമ്മൾ ഈ വർക്ക് എടുത്തത്. അപ്പോൾ ഇന്നിപ്പോൾ നൈറ്റായി. നമുക്ക് രാത്രി ഒരു 9 മണി 9:30 ആയപ്പോൾ കൊണ്ട് നമ്മുടെ വർക്ക് ഫിനിഷായി. അപ്പോൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. നമുക്ക് പകലത്തെ വ്യൂ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി വീഡിയോ എടുക്കാൻ വേണ്ടി നമുക്ക് ഇനി ഒരു ദിവസം അവിടെ പോകണം. ചില വർക്ക് കഴിഞ്ഞ് ഒരു തിരക്കായ നമുക്ക് ഇവിടെ തന്നെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചേക്കണ ACP ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 5 years വാറൻറ്റിയുള്ള ഷീറ്റാണ് ഉപയോഗിച്ചേക്കണം. 3 month തിക്നെസ്സിൻ്റെ ACP ഷീറ്റാണ് നമ്മൾ ഇട്ടേക്കണം കേട്ടോ. ഇതാണ് വർക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ഫ്രണ്ട്സിനെയൊക്കെ എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ.
ഓൾ കേരള നമ്മൾ ചെയ്യണമായിരിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.